ഹലോ ഓൾ, ഇത് ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണെന്ന്. വെർജീനിയയ്ക്കാണെന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നമുക്കൊട്ട് റെഡിയല്ലേ? ടാറ്റ പോവാൻ റെഡിയല്ലേ? നമ്മൾ എവിടെ പോവാ? വെർജീനിയയ്ക്ക് പോവാം. സ്ട്രേറ്റ് ഒരു 6 hours ജേണി ഉണ്ട്. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഡെലവറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ആക്ച്വലി ഈ ഒരു ടൈം ഞങ്ങൾ ഫ്ലോറിഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. സമ്മറിന് ഫ്ലോറിഡയ്ക്ക് പോകുന്ന ഒരു നല്ലൊരു വൈബായിരിക്കും എന്ന് വിചാരിച്ച് ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്ലാൻ ഡ്രോപ്പായി. നമ്മളിപ്പോൾ ഡെലവറി ക്രോസ് ചെയ്ത് മേരിലാൻഡ് എത്തി. മേരിലാൻഡിലൊരു ഐലൻഡിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. ഇത് ഓൾറെഡി നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഇത്. ഇവിടെ ഒരു 84ഓളം കുതിരകളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ റോഡിലൂടെയൊക്കെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞു വരുന്നതാണ്. നമ്മളിന്ന് അവിടെ പോവാ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മേരിലാൻഡിലാണ്. മേരിലാൻഡിൽ ഒരു ഐലൻഡിൽ എത്തിയേക്കും കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു വീക്ക് ഡേ ആയതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. അടിപൊളി സ്പേസ്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. വെർജീനിയയ്ക്കാണ് അടുത്ത് പോകുന്നത്. സോ നമ്മളിത് അങ്ങനെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോൾ അങ്ങനെയൊന്നും നമുക്കൊരു കാൽക്കുലേഷനൊന്നുമില്ല. എത്തുമ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കാണാം. നമ്മളിപ്പോൾ നമ്മുടെ പ്രോ ഡ്രൈവറിനൊരു റെസ്റ്റോറൻറ്റേക്ക് അങ്ങനെ നമ്മൾ മേരിലാൻഡ് ക്രോസ് ചെയ്ത് വെർജീനിയയ്ക്ക് പോവുകയാണ്. ആ പോകുമ്പോഴുള്ള പാലാട്ടോ ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങേയറ്റം കാണാൻ പോലും പറ്റത്തില്ല. അത്ര വലിയ പാലാണ്. അതും കടലിന് കുറുകെയാണത് പോകുന്നത്. അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അപ്പുറയും ഇപ്പുറയൊക്കെ കടലാണ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഷിപ്പ് വരുന്നത് കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡായി, ഇതെങ്ങനെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യും എന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായത് ഈ റോഡ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ ടണലിലേക്കാണ്. ആ ടണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ കൂടെ ഷിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 ടണലോളം ഈ റോഡ് തീരുന്നവരെ ഉണ്ട്. ഈ പാലം മൊത്തം ഒരു 25 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അല്ലേ? ഈ ടണലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മുകളിൽ കൂടെ ഒരു ഷിപ്പ് പോകാനുള്ള ഒരു ഗ്യാപ്പാണ്. നമുക്ക് ചുറ്റും വെള്ളമാണ് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പെട്ടെന്ന് പറ്റില്ല. നമുക്ക് ആലോചിക്കുമ്പോൾ പെട്ടെന്നൊരു പാനിക് അറ്റാക്കൊക്കെ വരും. പിന്നെ ഇതെല്ലാം സേഫ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പോവുക, അത്ര തന്നെ. ഫൈനലി നമ്മൾ വെർജീനിയയിലെത്തി. വെർജീനിയ ബീച്ചാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. വണ്ടി ഓടിക്കണേ, കുറ്റിയാണ് വണ്ടി ഓടിക്കണേ. അപ്പം നമ്മളിത് പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഹോട്ടൽസ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോരുന്ന വഴിക്ക് ഒരു 3-4 സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് ലൊക്കേഷനൊന്ന് കണ്ടിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്യുക എന്ന് വിചാരിച്ച് അങ്ങനെ ഹയാത്തിൽ റൂം ബുക്ക് ചെയ്തു. ഒരു 5 മിനിറ്റ്സുള്ളിൽ തന്നെ റൂം റെഡി ആയിരുന്നു. അപ്പോൾ ബീച്ച് ഫ്രണ്ട് റൂമാണ് നമ്മളെടുത്തത് കേട്ടോ. ഒരു അടിപൊളി വ്യൂ. എൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബീച്ച് ഫ്രണ്ട് റിസോർട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ റൂം എടുത്തൊന്ന് താമസിക്കണമെന്നുള്ളത്. ആ കടലിൻ്റെ സൗണ്ടും എല്ലാം കൂടി ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൊച്ചിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ബ്രോഡ് വാക്ക് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ചെറിയൊരു തണുപ്പുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഓൾറെഡി 7 മണിയായി. പിന്നെ ഇപ്പം നാളെ രാവിലെ തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബ്രോഡ് വാക്കിനൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ ഒത്തിരി നേരം ബാൽക്കണിയിൽ തന്നെ സ്പെൻഡ് ചെയ്തു. കാരണം അത് തന്നെ നമുക്കൊരു റിഫ്രഷിങ് മൈൻഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ കടലിൻ്റെ സൗണ്ടും നല്ല ഫ്രഷ് എയറും എല്ലാം നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്.
കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഡോൾഫിൻ വാച്ചിനായിട്ട് ബോട്ടിങ്ങിന് പോയി. ബോട്ടിന് ഷെയ്ക്കൊന്നും ഉണ്ടാവില്ല എന്നവർ പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു 1.5 മണിക്കൂറിൻ്റെ റൈഡിന് കയറിയത്. പക്ഷേ അത്യാവശ്യം നല്ല ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഷെയ്ക്കിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഹൗസ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റേ നല്ലതായിരുന്നു. വെർജിൻ പോലെ വെർജിനായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. നല്ല സ്റ്റേ ആയിരുന്നു. തിരക്കൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലായിരുന്നു. ഇതാണ് എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഇതാണ് കുറെ നാളായിട്ട് എനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അതാണ്. കുട്ടിന് ട്രിപ്പൊക്കെ ഇഷ്ടായോ? കുട്ടിന് ട്രിപ്പൊക്കെ ഇഷ്ടായോ? ഞങ്ങൾ സൈൻ ഓഫ് ഒക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ പോകുന്ന വഴി മേരിലാൻഡിലും കൂടെ ഒന്ന് പോയി. മേരിലാൻഡിലൊരു ബീച്ചിലെ ഓഷ്യൻ സിറ്റി. ഇങ്ങോട്ട് നോക്കിയേ, നോക്കിയേ. സിറ്റി ഫുൾ കവർ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സൈൻ ഓഫ് ചെയ്യാനായിട്ട് ടൈമായി. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. Let's go home. Bye.